ആദ്യം ഞങ്ങൾ ചെന്ന സമയത്ത് അതികഠിനമായ തണുപ്പായിരുന്നു. ബട്ട് എല്ലാ സീസണിൽ ആ ഡിസംബർ ജനുവരി സമയത്തായിരുന്നു. ആ തണുപ്പ് സീസൺ കഴിഞ്ഞിട്ട് ഈ സമയത്ത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു 2.5 കിലോമീറ്റർ ഓടി തിരിച്ചു വരുമ്പോഴേക്കും മുഖവും മൂക്കും കൈവിരലുകളും എല്ലാം തണുത്ത് ഉറഞ്ഞ് ഇങ്ങനെ രക്തം പൊടിയുന്ന പോലെ തണുപ്പിലായിരുന്നു. കാരണം ഇത്തരം ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ ഇത്തരം ഒരു കാലാവസ്ഥ ഞങ്ങൾ അനുഭവിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഇതിന് മുമ്പ്. ഏഷ്യൻ ഗെയിംസ് സമയത്തൊക്കെ ആണെങ്കിൽ ഒരുവിധം ചൂടായിരുന്നു. ഈ തണുപ്പ് കാലാവസ്ഥയിൽ ഞങ്ങൾ അവിടെ ആയിരുന്നില്ല പ്രാക്ടീസ് ചെയ്ത്, ഹൈദരാബാദിലായിരുന്നു. പക്ഷേ ഈ സമയത്ത് ഒളിമ്പിക്സിൻ്റെ ക്യാമ്പിൽ മാത്രം വളരെ തണുത്തെന്ന് പറഞ്ഞാൽ തണുത്തുറയുന്ന തണുപ്പായിരുന്നു. അങ്ങനെ സഹിക്കാൻ പറ്റാത്ത, രാത്രിയിൽ കിടക്കുന്നൊക്കെ ഒരു 3 ട്രാക്ക് സൂട്ടൊക്കെ ഇട്ട് ഒരു വിൻഷീറ്റൊക്കെ ഇട്ട് 3 കമ്പിളിയൊക്കെ പുതച്ചായിരുന്നു കിടക്കുന്നത്. അതിരാവിലെയുള്ള ഈ പ്രാക്ടീസോ അതികഠിനമായ ഈ തണുപ്പിൽ ഉറങ്ങും കണ്ണിലേക്കും മൂക്കിലേക്കും ഒക്കെ തണുപ്പടിച്ചിട്ട് വിരലുകളൊക്കെ ചുമന്ന് റെഡ് കളറിൽ അങ്ങനെ ഇരിക്കുമായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് അന്ന് നമ്മൾ പ്രാക്ടീസൊക്കെ ചെയ്തത്. പക്ഷേ അവിടെയുള്ളവർക്കൊന്നും അത്രയേറെ ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കില്ല, കാരണം അതുമായിട്ട് അങ്ങ് ചേർന്ന് പോയല്ലോ. നമ്മളെ കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അധികം തണുപ്പോ അധികം ചൂടോ ഒന്നും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. പിന്നീട് പെട്ടെന്നത് കാലാവസ്ഥ ഒരു ഫെബ്രുവരി മാർച്ച് ഏപ്രിലോടെ ആയപ്പോഴത്തേക്ക് അതങ്ങ് പെട്ടെന്ന് കാലാവസ്ഥ മാറി. പിന്നീട് ചൂട് തുടങ്ങി എന്ന് പറഞ്ഞാൽ പെട്ടെന്നങ്ങ് ക്ലൈമറ്റ് അങ്ങ് ചേഞ്ച് ചെയ്യുമായിരുന്നു. അതികഠിനമായ ചൂടങ്ങോട്ട് തുടങ്ങി. അവസാനം ഞങ്ങൾ താമസിക്കുന്ന ഈ പാലസിൻ്റെ സൈഡുകളിൽ നിന്ന് ഒരു 500 മീറ്റേഴ്സ് അകലെയാണ് മെസ്സ്. ആ മെസ്സിലേക്ക് പോകുന്ന സമയത്ത് റോഡിൽ ടാറെല്ലാം ഉരുകി നമ്മൾ ചവിട്ടുമ്പോൾ കുഴിഞ്ഞു പോകുമായിരുന്നു. അത്രയേറെ ചൂടായിരുന്നു. അന്ന് സാധാരണ രാവിലെ പ്രാക്ടീസ് ചെയ്യുന്നത് 5:30 മണിക്കും വൈകുന്നേരം പ്രാക്ടീസ് ചെയ്യുന്ന 6:30 തുടങ്ങുള്ളൂ. കാരണം ഈ സൂര്യനൊക്കെ അസ്തമിച്ച ശേഷം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അത്രയേറെ ചൂടായിരുന്നു. 2 എക്സ്ട്രീം ക്ലൈമറ്റായിരുന്നു. അതെല്ലാം അനുഭവിച്ചാണ് നമ്മൾ ഇതുവരെയൊക്കെ എത്തിയത്. വീണ്ടും ഞങ്ങൾ ഇപ്പം വന്ദന റാവും ഞാനും ഷൈനിയും ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞ ശേഷം വീണ്ടും പ്രാക്ടീസൊക്കെ എല്ലാം തുടങ്ങി. വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോയി. എന്താ പറയുക, നമ്മുടെ ഗീതാ സുഷി അവിടെ താമസിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവർ അവിടുത്തെ കാര്യം തന്നെയാണ്. അതുകൊണ്ട് അവർ അടുത്തെവിടെയോ മറ്റെവിടെയോ താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഉഷ എത്തിയത്. അങ്ങനെയാണ് ഞങ്ങൾ 4 പേരും അവിടെ ക്യാമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. PT ഉഷയും നമ്പ്യാർ സാറും കോച്ച് നമ്പ്യാർ സാറും ഒക്കെ കുറച്ച് ലേറ്റായിട്ടായിരുന്നു എത്തിയത്. അതുകൊണ്ട് ഞങ്ങൾ 4 പേര്. അപ്പം പിന്നെ 3 മലയാളീസും വന്ദന റാവും ഉണ്ട്. വന്ദന റാവു മംഗലാപുരത്തു നിന്നുള്ള കുട്ടിയാണ്. അവൾക്ക് മലയാളം അറിയുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു, ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പം 4 പേരായി. 4 പെൺകുട്ടികളായതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഞങ്ങൾ ഒരുമിച്ച് പോകും, ഒരുമിച്ച് വരും, ഒരുമിച്ച് മെസ്സിൽ പോകും, എല്ലാം ചെയ്യുമായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് 1 മാസം മുമ്പേ ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് ലോസ് ഏഞ്ചൽസിലേക്ക് പോവുകയുണ്ടായി. ഈ 1 മാസം ഞങ്ങളവിടെ അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് ഒന്ന് ചേർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ ഞങ്ങളെ കൊണ്ടുപോയത്. ഡൽഹി വയ ദുബായ്, ലണ്ടൻ, ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഇവിടുന്ന് ദുബായിൽ നിന്ന് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തിട്ടാണ് പോയത്. ഞങ്ങളെല്ലാവരും എല്ലാ അത്ലറ്റ്സും ഈ ഫ്ലൈറ്റ് തന്നെ ഉണ്ടായിരുന്നു. ദുബായ് വരെയൊക്കെ വലിയ പ്രോബ്ലമൊന്നും ഇല്ലാണ്ട് പോയി, സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ ഇതായിപ്പോയി. അതിനുശേഷം കാരണം എത്രയോ മണിക്കൂർ ഇരുന്ന് ആകെ വീണ്ടും പഴയതുപോലെ തന്നെ എയർ പോക്കറ്റിൽ ഫ്ലൈറ്റ് വിടാൻ പോയ സമയത്ത് ഞാനും ഷൈനിയും ഒക്കെ ഛർദ്ദിക്കാൻ തുടങ്ങി. അങ്ങനെ കുട്ടികളെല്ലാവരും ആകെ ടയേർഡായി ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഒരു വിധത്തിൽ അവിടെ ലോസ് ഏഞ്ചൽസിൽ എത്തിച്ചേർന്നത്. അന്ന് ഏകദേശം 24 hours എടുത്തു അവിടെ എത്തിച്ചേരാൻ. ലോസ് ഏഞ്ചൽസിൽ അവിടെ ഇറങ്ങി ഞങ്ങളെ റിസീവ് ചെയ്യാൻ അവിടുന്ന് തന്നെ ഒളിമ്പിക്സ് കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരെയും റിസീവ് ചെയ്ത് നേരെ ഒളിമ്പിക്സ് വില്ലേജിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ഒളിമ്പിക്സ് വില്ലേജിലേക്ക് പോയി ചെക്ക് ഇൻ ചെയ്തു. അപ്പോഴാണ് ഒരാളുടെ ബാഗേജ് നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. പാസ്പോർട്ട് അടക്കം നഷ്ടപ്പെട്ടു. പക്ഷേ ആകെ ബഹളമായി അപ്പോഴത്തേക്കും പാസ്പോർട്ട് അടക്കം നഷ്ടപ്പെട്ടതുകൊണ്ട്. പക്ഷേ അവിടുത്തെ പോലീസ് പറഞ്ഞു, ഇത് നമ്മുടെ ഈ ബസ്സിൽ വെച്ചാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലാണ് നഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾ 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ലഗേജെല്ലാം അവിടെ എത്തിക്കുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞതുപോലെ തന്നെ കൃത്യം 1 മണിക്കൂറിനുള്ളിൽ എല്ലാ സാധനവും പാസ്പോർട്ട് അടക്കം അവിടെ എത്തിച്ചേർന്നു. ശരിക്കും അവരുടെ കഴിവിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം.
അങ്ങനെ ഒളിമ്പിക്സ് വില്ലേജിലെത്തി ചെക്ക് ഇൻ ചെയ്ത് UCLAയുടെ ഹോസ്റ്റൽ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, അവരുടെ പുതുതായി ഉണ്ടാക്കിയ ഹോസ്റ്റലിലായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. വളരെ നല്ല അക്കോമഡേഷൻ ആയിരുന്നു അത്. കാരണം ബ്രാൻഡ് ന്യൂ ഹോസ്റ്റൽസ് ആയിരുന്നു അത്. എല്ലാ സൗകര്യങ്ങളും ഓരോ ഫ്ലോറിലും 2 ബെഡ്റൂം വീതം, എല്ലാ കിച്ചൺ ഫെസിലിറ്റീസും വാഷിംഗ് ഫെസിലിറ്റീസും എല്ലാം ഒരു ഹോസ്റ്റൽസ് ആയിരുന്നു അത്. UCLAയുടെ ക്യാമ്പസിൽ നമ്മൾ ഫുഡ് ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒളിമ്പിക്സ് വില്ലേജിലായിരുന്നു നമ്മുടെ ഫുഡ് 24 hours നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി കഴിക്കാം. എല്ലാ തരം ഫുഡും, എല്ലാ കോണ്ടിനെൻ്റൽ ഫുഡും ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഫുഡ് മാത്രം ഇല്ലായിരുന്നു എന്ന് മാത്രം. പോയ സമയത്ത് ഷൈനി കുറച്ച് നമ്മുടെ മാങ്ങ അച്ചാറുണ്ടല്ലോ, നമ്മുടെ കടുമാങ്ങ അച്ചാർ, ഒരു കുപ്പി കടുമാങ്ങ അച്ചാറുണ്ടായിരുന്നു കയ്യിൽ. നമുക്കത് ചോറ് കിട്ടുന്നതാണ് ഒരുതരം ഡാർക്ക് ബ്രൗൺ ചോറും അല്ലെങ്കിൽ ബ്ലാക്ക് ചോറ് കിട്ടുന്ന റൈസ് വേറെ നമ്മുടെ സാധാരണ റൈസ് അവിടെ കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ പക്ഷേ ഇന്ത്യൻ എംബസിയിൽ നിന്ന് ഞങ്ങൾക്ക് കൊണ്ടുതരുമായിരുന്നു. ഈ അച്ചാറൊക്കെ കൂട്ടിയായിരുന്നു ഞങ്ങൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഷൈനി പോയി നോക്കിയിട്ട് നമുക്ക് അച്ചാർ ഒഴിച്ച് ചോറുണ്ണാം, പ്ലസ് ബീഫും നമുക്ക് കൂട്ടാമെന്ന് പറഞ്ഞ് കുറച്ച് ബീഫൊക്കെ പോയി ഡ്രൈ ആയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് സ്റ്റേക്സ് ഉണ്ടാവും, അത് പോയി എടുത്തുകൊണ്ട് വന്ന് ഷൈനിയൊക്കെ കഴിക്കുമായിരുന്നു ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട്. അവിടുത്തെ വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ഹോസ്റ്റൽ, ഞങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് അവിടുത്തെ ഹോസ്റ്റലിൽ താമസിച്ച സമയത്ത് വളരെയേറെ വ്യത്യാസമുണ്ട്. അത്രയേറെ അത്യാധുനികമായ ഫെസിലിറ്റീസൊക്കെ ആയിരുന്നു അവിടെ. അതുപോലെ തന്നെ നമുക്ക് ഗ്രൗണ്ടിലും വാമപ്പ് ഗ്രൗണ്ട് വേറെ, കോമ്പറ്റീഷൻ ഗ്രൗണ്ട് വേറെ. ലോസ് ഏഞ്ചൽസ് കൊളീസിയത്തിലായിരുന്നു നമ്മുടെ ഈവൻ്റ് എല്ലാം നടന്നത്. പക്ഷേ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പ്രാക്ടീസ് ഗ്രൗണ്ടും വാമപ്പ് ഗ്രൗണ്ടും വേറെ സ്ഥലത്തായിരുന്നു. അതൊരു ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ടായിരുന്നു. നമുക്കത് കണ്ടുപിടിക്കാൻ തന്നെ വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു. ഒരിക്കലും ഞങ്ങൾ ഈവനിങ് സെഷൻ പ്രാക്ടീസിന് പോയ സമയത്ത് നമ്മുടെ കാൾ ലൂയിസും ഒക്കെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവസാനം ഞങ്ങൾ അവിടെ നോക്കി നിന്ന് ഞങ്ങളുടെ പ്രാക്ടീസ് സെഷൻ മുടങ്ങി. കാരണം ഈ ഇൻ്റർനാഷണൽ അത്ലറ്റ്സുകളെ, ഈ അന്തർദേശീയ താരങ്ങളെ കാണുന്നത് തന്നെ ആദ്യമായിരുന്നു. ഒരുപാട് അന്തർദേശീയ താരങ്ങൾ, ഈ ഒളിമ്പിക്സ് ഗോൾഡ് മെഡലിസ്റ്റുകളെല്ലാം അവിടെ സാധാരണ നമ്മളെപ്പോലെ തന്നെ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. അത് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഷൈനി പറയും, നോക്ക് കാൾ ലൂയിസൊക്കെ വെറുതെ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നു, നമ്മളെപ്പോലെ തന്നെ അല്ലേ എന്നൊക്കെ പറയുമായിരുന്നു. കാരണം ഞങ്ങളൊക്കെ ആദ്യം കാണുകയാണല്ലോ ഇതുപോലൊരു അന്തർദേശീയ താരങ്ങളെ. ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്നത് 2ാം തവണയായിരുന്നത്. പിന്നീട് പ്രാക്ടീസ് സെഷൻ ഞങ്ങൾ 1 മാസം മുമ്പ് ലോസ് ഏഞ്ചൽസിലെത്തി. കാരണം അവിടുത്തെ ക്ലൈമറ്റും എല്ലാം ഒന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു 1 മാസം മുമ്പേ ഞങ്ങളെ അവിടെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് ഒത്തുപോകാൻ കഴിഞ്ഞു. രാവിലത്തെ പ്രാക്ടീസ് സെഷൻ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊരു പ്രത്യേകം ഒരു ഗൈഡൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെ എല്ലായിടത്തും കൊണ്ടുപോകാനും കൊണ്ടുവരാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും എപ്പോഴും കൂടെ ഉണ്ടാകും ഒരു ഗൈഡ്. അവർ ഒറിജിനലി ഇന്ത്യൻസ് അല്ല, പക്ഷേ പാർഷ്യലി ഇന്ത്യൻസ് ആയിരുന്നു. അങ്ങനെയുള്ള കാരണം ഇൻഡോ അമേരിക്കൻ ഒരു പെൺകുട്ടിയായിരുന്നു. ഏകദേശം ഒരു 22-23 വയസ്സുള്ള ഒരു പെൺകുട്ടി. അവരായിരുന്നു നമ്മുടെ ഗൈഡായിട്ട് കൂടെ വന്നത്. അവിടുത്തെ കോളേജ് സ്റ്റുഡൻസ് ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെ രാവിലത്തെ സെഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഓരോ സ്ഥലങ്ങൾ കാണിക്കാൻ കൊണ്ടുപോയായിരുന്നു ബസ്സിൽ. പ്രത്യേകം നമ്മുടെ ടീമിനെ മാത്രമായിരുന്നു ഓരോരുത്തർ കൊണ്ടുപോകുന്നത്. കാരണം ഓരോ കൺട്രീസിനും പ്രത്യേകം ഗൈഡും പ്രത്യേകം ബസ്സും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് കാണിക്കാൻ കൊണ്ടുപോയത് ഡിസ്നി ലാൻഡാണ്. ഡിസ്നി ലാൻഡ് അങ്ങനെ അതൊരു എന്താ പറയുക, അത്ഭുത വേൾഡാണ് ശരിക്കും അന്ന് കണ്ടതാണ്. ഇപ്പോഴും അതിനേക്കാളേറെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അന്ന് ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ഡിസ്നി വേൾഡാണത്. പല മാജിക്കുകൾ എന്താണെന്ന് പോലും മനസ്സിലാവാത്ത നമ്മളെ സ്പേസിൽ കൊണ്ടുപോകുക, അതുപോലെ പല എന്താ പറയുക റൈഡുകളും എല്ലാം ഉള്ള ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ ഒരു ദിവസം മുഴുവൻ അവിടെ ഞങ്ങളെ കറക്കി. അത് കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ വേറൊരു ദിവസം ഞങ്ങളെ ഹോളിവുഡ് കാണാൻ കൊണ്ടുപോയി. ഞങ്ങൾ പോകുന്ന അതേ ലോസ് ഏഞ്ചൽസ് ഡൗൺ ടൗൺ ആയിരുന്നു ഹോളിവുഡ്. സാധാരണ ഹോളിവുഡ് ആ സൈഡിൽ കൂടെയൊക്കെ വലിയ നടന്മാരൊക്കെ അങ്ങനെ നടന്നു പോകും. ആരും മൈൻഡ് ചെയ്യാറേയില്ല കാണുമ്പം. നമ്മുടെ ഇവിടെയാണെങ്കിൽ എന്തായിരിക്കും ആരാധന. പക്ഷേ അങ്ങനെ ഹോളിവുഡും കണ്ടു കഴിഞ്ഞ് വീണ്ടും ഞങ്ങളെ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞങ്ങളെ ഒരു ഷോറിൽ കൊണ്ടുപോയി. അങ്ങനെ പല സ്ഥലത്തും ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളെല്ലാം അമേരിക്കയിൽ ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചു തന്നിരുന്നു.
അന്ന് ഇപ്പോൾ തന്നെ 40-45 വർഷം മുൻപായതുകൊണ്ട് എനിക്ക് അത്ര വലിയ എല്ലാ സ്ഥലങ്ങളും എനിക്ക് ഓർമ്മ വരുന്നില്ല. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. നമ്മൾ ഈ ഒരു മാസം ലോസ് ഏഞ്ചൽസിൽ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ 16-ാമത്തെ ദിവസം ഓപ്പണിംഗ് സെറിമണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അന്ന് ഞങ്ങൾ എല്ലാ ടീം മെമ്പേഴ്സും ഓപ്പണിംഗ് സെറിമണിയിൽ പങ്കെടുത്തു. എല്ലാ രാജ്യങ്ങളും പങ്കെടുത്തു. ജീവിതത്തിൽ ഇന്നേ വരെ കേൾക്കാത്ത രാജ്യത്തിൻ്റെ പേര് പോലും ആ രാജ്യക്കാരെ നമ്മൾ കണ്ടു എന്നുള്ളതാണ് അവിടെ സത്യം. കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ പഠിച്ചിട്ടോ പുസ്തകത്തിലോ ഒന്നും വായിക്കാത്ത രാജ്യങ്ങളുടെ പേരുള്ള രാജ്യങ്ങൾ പോലും അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻ ടീം നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കീഴിൽ എഴുന്നേരുന്ന് നമ്മൾ ഐ എന്ന ABCD ഓരോ രാജ്യങ്ങളുടെയും ആ കാറ്റഗറിയിലാണ് വരുന്നത്. ABCD അങ്ങനെ അവസാനം ഐ വന്നപ്പോൾ ഇന്ത്യയുടെ ഐ ഫ്ലാഗിൻ്റെ കീഴിൽ നമ്മളാണ് ഇന്ത്യൻ കംപ്ലീറ്റ് യൂണിഫോമിൽ. ഞങ്ങളെല്ലാവരും സാരിയാണ് ഉടുത്തിരുന്നത്, പിങ്ക് സാരി പ്ലസ് കോട്ടുണ്ടായിരുന്നു, ജേഴ്സി കോട്ട്. അങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ ടീം പങ്കെടുത്തത്. ആണുങ്ങൾക്കാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ആണുങ്ങൾക്കും തലപ്പാവ് ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ഒരു സിമ്പലാണല്ലോ അത്, ആ തലപ്പാവും ഉണ്ട്, അതായിരുന്നു യൂണിഫോം നമ്മുടെ. അങ്ങനെ ഓപ്പണിംഗ് സെറിമണി വളരെ ഗ്രാൻഡായിട്ട് കഴിഞ്ഞു. ആദ്യമായിട്ടാണ് ഞാൻ ഇതിൽ ഇങ്ങനെയൊരു ഓപ്പണിംഗ് സെറിമണി ആദ്യം കാണുന്നത്. നമ്മുടെ 82 ഏഷ്യൻ ഗെയിംസിന് പോലും ഇത്രയും വലിയ ഗ്രാൻഡായിരുന്നില്ല, അതിലേറെ ഗ്രാൻഡായിരുന്നു. അത്ര അത്യാധുനികമായ ഒരു ഓപ്പണിംഗ് സെറിമണി. ഓപ്പണിംഗ് സെറിമണി രാത്രിയിലായിരുന്നു കംപ്ലീറ്റ്. പിന്നെ ഫയർ വർക്ക്സും എല്ലാം ഉണ്ടായിരുന്നു അതിൽ. അങ്ങനെ ഓപ്പണിംഗ് സെറിമണി കഴിഞ്ഞ് 6-ാമത്തെ ദിവസമായിരുന്നു എൻ്റെ ഈവൻറ്റ്. 400 മീറ്റർ ഹർഡിൽസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഒളിമ്പിക്സിന് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഓടാൻ നിൽക്കുമ്പം അത്രയേറെ ടെൻഷനിലായിരുന്നു അന്ന് ഞാൻ നിന്നത്. കാരണം അന്ന് നല്ല പെർഫോമൻസ് ആയിരുന്നുകൊണ്ട് എൻ്റെ ഹീറ്റ്സിൽ ഏറ്റവും നന്നായി പെർഫോമൻസ് ചെയ്ത ആൾക്കാർ മാത്രമാണ് എൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. വീണ്ടും മറ്റേ ഗ്രൂപ്പിലുണ്ടായിരുന്നത് കുറച്ചും കൂടെ പെർഫോമൻസ് കുറഞ്ഞവരായിരുന്നു. അങ്ങനെ 3 ഹീറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഹീറ്റ്സിലാണ് ഞാൻ ഓടി. പക്ഷേ എൻ്റെ ഗ്രൂപ്പിലെ എല്ലാവരും മെഡൽ വിന്നേഴ്സ് ആണ് എൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. അവർ ആദ്യത്തെ 3 സ്ഥാനത്ത് വരാൻ കഴിഞ്ഞില്ല. ഞാൻ 4-മതായിരുന്നു വന്നത്. അതുകൊണ്ട് ഹീറ്റ്സിൽ നിന്ന് സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തില്ല. അങ്ങനെയാണ് ഞാൻ അവിടുന്ന് ഔട്ടാവുകയാണ് ചെയ്തത്. 4th വന്നു ഹീറ്റ്സിൽ. അതിൽ ഉഷ 2nd വന്നിരുന്നു അന്ന് ഹീറ്റ്സിൽ. അങ്ങനെ സെമി ഫൈനലിലേക്ക് കിട്ടി. സെമി ഫൈനലിൽ കഴിഞ്ഞപ്പോഴത്തേക്കും ഉഷ നല്ല പെർഫോമൻസ് ചെയ്തു. എല്ലാവർക്കും ഒരു മെഡൽ പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലിലേക്ക് പോവുകയാണ്. ഞങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ഇന്ത്യക്കായിട്ടൊരു ഒളിമ്പിക്സ് മെഡലിന് വേണ്ടിയിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു മെഡൽ കിട്ടാൻ പോകുന്നു എന്നുള്ള ആവേശം. ഞങ്ങളെല്ലാവരും അങ്ങനെ ഗ്രൗണ്ടിൽ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. ഉഷ വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വാമിങ് പെറീനിലേക്ക് പോയി. അവിടുന്ന് ഓരോ രാജ്യത്തിൻ്റെയും പേര് വിളിച്ച് ഓരോ ട്രാക്കിലേക്ക് അവരെ കയറ്റുകയാണ്. അങ്ങനെയാണ് ഉഷ അങ്ങനെ എൻട്രി. ആ ഗേറ്റിൽ നിന്ന് ഉള്ളിലേക്ക് കയറി വരികയാണ്. അപ്പോഴത്തേക്ക് ആവേശത്തോട് ഒരുപാട് മലയാളികൾ അല്ലെങ്കിൽ ഒരുപാട് ഇന്ത്യക്കാരും ആ കൊളീസിയത്തിൽ ഉണ്ടായിരുന്നു, ഈ ഒളിമ്പിക്സ് കാണാൻ വന്ന ആൾക്കാരായിട്ട്. അങ്ങനെ ഞങ്ങളങ്ങനെ ആവേശത്തോടെ കാത്തിരുന്ന ഉഷ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ 1 ഇയർ മാർക്ക് വിളിച്ച സമയത്ത് ശരീരത്തിലേ കുളിര് കോരുന്നു. 1 ഇയർ മാർക്ക് വിളിച്ചു. അങ്ങനെ സ്റ്റാർട്ടിംഗ് ബ്ലോക്കിൽ ഇരുന്ന് അവസാനം സെറ്റ് എത്തിക്കഴിഞ്ഞ് വെടിപൊട്ടി. അപ്പോഴേക്കും അവിടുന്ന് പക്ഷേ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തു. ഉഷയുടെ ഫസ്റ്റ് ഫേസ് കുറച്ച് സ്ലോ ആയിരുന്നു. ഫസ്റ്റ് 5 ഹർഡിൽ നോർമലി അങ്ങ് പോയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും ഒരുവിധം ലെവലിലെത്തി മറ്റു കുട്ടികൾ. അവിടുന്ന് പിക്കപ്പ് ചെയ്യുകയാണ്. 5-മത്തേതും 6-മത്തേതും 7-മത്തേതും ഹഡിൽ. 8-മത്തെ ഹഡിൽ എത്തിയപ്പോഴത്തേക്കും എല്ലാവരും ഒരേ ലെവലിലെത്തി കഴിഞ്ഞു. പിന്നീട് അവിടെ നിന്നാണ് ആ ഹോം സ്ട്രെച്ച് എത്തുന്ന സമയത്താണ് ഏറ്റവും അധികം ത്രില്ലിങ് ടൈം. അവിടുന്ന് 9-മത്തെ ഹഡിലും
ചെയ്ത് കഴിഞ്ഞപ്പോഴും മുന്നിലേക്ക് 2 കുട്ടികൾ വേറെ ഉണ്ടായിരുന്നു. വീണ്ടും 10ാമത്തെ ഹഡിലെത്തിയപ്പോഴത്തേക്കും ഉഷയും ജൂഡി ബ്രൗണും ഒരേപോലെയാണ് ക്ലിയർ ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അവസാനത്തെ 40 മീറ്റേഴ്സിൻ്റെ റണ്ണപ്പ് അതിലായിരുന്നു ആവേശം നിറച്ച റൺ എന്ന് പറയാൻ. അങ്ങനെ ഒരു സ്റ്റേഡിയം മുഴുവൻ കോരിത്തരിച്ച് നിൽക്കുന്ന സമയമായിരുന്നത്. അങ്ങനെ അവർ അവസാന ഫിനിഷിംഗ് ലൈനിലേക്ക് ഓരോ സ്റ്റെപ്പ്, ഈ 40 മീറ്റർ ഓരോ സ്റ്റെപ്പ് മുന്നിലേക്ക് വയ്ക്കുമ്പോഴും നമ്മൾ നോക്കിയിരിക്കുന്നത് മെഡൽ പ്രതീക്ഷിച്ച് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. അവസാനം അത് ഫിനിഷ് ചെയ്തു. 1ഉം 2ഉം പോയി 3ഉം 4ഉം ഉഷയുടേതും നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ചു ഉഷ 3ാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു എന്നുള്ളത്. അങ്ങനെ ആവേശത്തോടെ സന്തോഷത്തോടെ കൈയെല്ലാം കൊട്ടി സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് അത് ആ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവരുടെ ഫിനിഷിങ്. അപ്പോൾ തന്നെ സംശയം തോന്നി. അത് റിസൾട്ട് അനൗൺസ് ചെയ്തതേയില്ല. കുറേ സമയം ഇങ്ങനെ കാണിച്ചുകൊണ്ട് സ്ക്രീനിൽ കാണിക്കുകയാണ് ആ റണ്ണപ്പ്, അവസാനത്തെ ആ റണ്ണപ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തോ സംശയം തോന്നി, എന്താ പറ്റിയേ, എന്തെങ്കിലും സംഭവിച്ചോ എന്താണെന്നുള്ളത്. അവസാനത്തെ റണ്ണപ്പിൽ 1ഉം 2ഉം സ്ഥാനം പോയി കഴിഞ്ഞ് 3ാമത്തേതും 4ാമത്തേത്, അത് 3ആണോ 4ആണോ എന്നറിയാണ്ട് അമേരിക്കയുടെ ജൂഡി ബ്രൗണും ഉഷയുമായിരുന്നു അത്. ആ സമയത്ത് ഈ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആരാണ് തേർഡ്, ആരാണ് ഫോർത്ത് എന്നുള്ളത്. അവസാനം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അവർ റിസൾട്ട് അനൗൺസ് ചെയ്തില്ല. അപ്പോഴത്തേക്ക് എല്ലാ മീഡിയേഴ്സും എല്ലാവരും എത്തി എന്താ സംഗതി എന്നറിയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. തേർഡ് ജൂഡി ബ്രൗൺ, ഫോർത്ത് ഉഷ എന്നുള്ളത്. 100th of a സെക്കൻഡിൽ മെഡൽ നമുക്ക് നമ്മുടെ രാജ്യത്ത് നഷ്ടമായി എന്ന് പറയുമ്പം എത്രയോ സങ്കടം ഉണ്ടാകും. അങ്ങനെ അതായത് വളരെ ഏറ്റവും ദുഃഖകരമായ ഒരവസ്ഥയായിപ്പോയി ആ സമയത്ത്. അത് ലോസ് ഏഞ്ചലസിൻ്റെ നഷ്ടമായിരുന്നു നമുക്ക്, ഇന്ത്യയുടെ നഷ്ടം. ലോസ് ഏഞ്ചലസിൽ ഒരു ഒളിമ്പിക്സ് മെഡൽ, ഒളിമ്പിക്സ് പ്രതീക്ഷ അതിനിയും കൈവരിക്കണം നമ്മളെപ്പോഴെങ്കിലും. ഇന്ത്യൻ ടീം അംഗങ്ങൾ മുഴുവൻ ആകെ നിരാശയിലും മ്ലാനതയിലായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് ഡയറക്റ്റ്ലി ഉഷേനെ നേരെ അവിടേക്ക് ഡോക്ടേഴ്സിന് കൊണ്ടുപോയി സമയത്ത് പിന്നെ തിരിച്ച് വരണമെങ്കിൽ 1 മണിക്കൂർ കഴിയണം. അതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഉഷേനെ കാണാൻ കഴിഞ്ഞത്. ആകെ നിരാശയിൽ ഞങ്ങളെല്ലാവരും കരഞ്ഞു പോയി. എന്ത് ചെയ്യാനാ, അവസാനം സമാധാനിപ്പിച്ചു ഉഷേനെ. സാരമില്ല ഉഷ, നമുക്കിനിയും സമയമുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിച്ചു. അതേ നല്ല നമുക്ക് കഴിയുള്ളൂ. അതിനുശേഷം നമ്മുടെ റിലേ, ലാസ്റ്റ് ഡേയിലായിരുന്നു നമ്മുടെ റിലേ. ഇന്ത്യൻ ടീമിൻ്റെ റിലേ ടീം ഞങ്ങൾ 3 മലയാളീസും 1 കന്നഡ, വന്ദന റാവു, ഞാനും ഉഷയും ഷൈനിയും വന്ദന റാവു ആയിരുന്നു ടീം മെമ്പേഴ്സ്. അതിലൊരു സ്പെയർ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ആകെ ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ പോലും മറ്റൊരാൾ ഓടാനില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഞങ്ങൾ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ റിലേയുടെ ഹീറ്റ്സിൽ ഞങ്ങൾ ക്വാളിഫൈ ചെയ്തു ഫൈനലിലേക്ക്. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഫൈനലിലേക്ക് വരുന്നത്, ഒരു റിലേ ടീം. അങ്ങനെ അന്ന് തന്നെയായിരുന്നു ഫൈനലും. കാരണം ഒരേ ദിവസം തന്നെ ഹീറ്റ്സും ഫൈനലും ഓടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഇതായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞങ്ങളന്ന് ഒരു 2 മണിക്കൂറിന് ശേഷമായിരുന്നു ഫൈനൽ. ഹീറ്റ്സ് ഉണ്ടാവില്ല എന്ന് ആദ്യം വിചാരിച്ചു, പക്ഷേ ഹീറ്റ്സ് ഉണ്ടായിരുന്നു. ഒരു ടീം എക്സ്ട്രാ ഉള്ളതുകൊണ്ട് ഹീറ്റ്സ് ഓടേണ്ടി വന്നു. അങ്ങനെ 2 ടീമായി ഹീറ്റ്സ് ഓടി ഫൈനലിലെത്തി. ഫൈനൽ 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ഡേ ആയിരുന്നു ഫൈനലിൽ ഞങ്ങൾ ഓടാൻ നിൽക്കുകയാണ്. ആദ്യത്തെ സ്റ്റാർട്ടിംഗ് ലൈനിൽ ഞാനാണ് 2ാമത്തെ റണ്ണർ. 2ാമത്തെ റണ്ണർ വന്ദന റാവു, 3ാമത് ഓടുന്നത് ഷൈനി, 4ാമത് ഓടുന്നതാണ് ഉഷ. അങ്ങനെ സ്റ്റേഡിയത്തിലെത്തി ഫസ്റ്റ് ലൈനിലേക്ക് ഞങ്ങളെ സ്റ്റാർട്ടിംഗ് ബ്ലോക്കിലേക്ക് വിളിച്ചു. 1 ഇയർ മാർക്ക് വിളിച്ചു. ഞാനങ്ങനെ സ്റ്റാർട്ടിംഗ് ബ്ലോക്കിൽ ബാറ്റണുമായിട്ട് നിൽക്കുകയാണ് ഇന്ത്യൻ ടീം. അങ്ങനെ അന്ന് ഈ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ ഫൈനലിൽ ഓടുന്നുള്ളത് പോലും ആർക്കും പ്രതീക്ഷിക്കാത്ത ഒരവസ്ഥയായിരുന്നു. ഇന്ത്യയിൽ സ്പോർട്സോ എന്ന് പോലും ചോദിക്കുകയായിരുന്നു. അങ്ങനെ ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഫസ്റ്റ് റണ്ണറായി ഞാൻ സ്റ്റാർട്ടിംഗ് ബ്ലോക്കിൽ നിന്ന് വെടിവെച്ച കേട്ടതും ശരിക്കും വെടിയുണ്ട പോകുന്ന പോലെ തന്നെ പോയി എന്നാണ് അന്നൊക്കെ എഴുതിയത്. ഒരൊറ്റ പോക്കായിരുന്നു. ആരും പ്രതീക്ഷിച്ചില്ല. ആ ഫസ്റ്റ് 300 അങ്ങ് ഫ്രണ്ടിൽ തന്നെ പോയി. അവസാനത്തെ 100 മീറ്റേഴ്സ് എങ്ങനെയും ഓടി എത്തി. ഞാൻ ബാറ്റൺ വന്ദന റാവുവിന് ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു. അവിടുന്ന് വന്ദന റാവു നേരെ അതേ ട്രാക്കിലൂടെ ഓടി ഒരു 120 മീറ്റേഴ്സ് കഴിഞ്ഞപ്പം ഫസ്റ്റ് ട്രാക്കിലേക്ക് വന്നു. അതേ സ്പേസിൽ തന്നെ പോയി മൂന്നാമത് ഷൈനിക്ക് റിലേ ബാറ്റൺ ഹാൻഡ് ഓവർ ചെയ്തു. ഷൈനി അവിടുന്ന് പിടിച്ച്
ഒരു വിധത്തിൽ 2 രാജ്യങ്ങളെ തന്നെ കവറപ്പ് ചെയ്ത് വന്നു. ഞങ്ങൾ നാലാമത് ഷൈനയെ അത് ഉഷയ്ക്ക് ബാറ്റൺ ഹാൻഡ് ഓവർ ചെയ്തു. അവിടുന്ന് ഒരു ആവേശത്തിമിർപ്പായിരുന്നു ഞങ്ങൾക്ക്. അവിടുന്ന് ഉഷയുടെ അതേ ഫേസിൽ സ്പീഡിൽ തന്നെ പോയി, ഒരു 50 സെക്കൻഡിലെങ്കിലും ഓടിയിട്ടുണ്ടാകണം, അങ്ങനെ തന്നെ ഓടി. നാലാമത് ഒരു 300 മീറ്റേഴ്സ് എത്തിയ സമയത്ത് തന്നെ നമ്മൾ മറ്റ് 2 രാജ്യങ്ങളെ തന്നെ കവർ ചെയ്തിരുന്നു. അങ്ങനെ അവസാന ഫിനിഷിങ്ങിൽ നമ്മൾ പോർട്ടോറിക്കോയെ തോൽപ്പിച്ച് നമ്മൾ 7ാം സ്ഥാനത്തെത്തി. അത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യൻ ടീം ഫൈനലിൽ 7ാം സ്ഥാനത്തെത്തിയത് അന്നായിരുന്നു ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ. അതൊരു ചരിത്രമായി മാറി. പിന്നീട് ഇന്ത്യൻ റെക്കോർഡും ഏഷ്യൻ റെക്കോർഡും എല്ലാം വന്ന് ഞങ്ങൾ ബ്രേക്ക് ചെയ്തിരുന്നു. ഹഡിൽസിന് മുമ്പായിരുന്നു ഷൈനിക്ക് 800 മീറ്റേഴ്സ്. ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്ത് ഷൈനിയും ഗീതാ സുഷിയും 2 പേരായിരുന്നു 800 മീറ്റേഴ്സ് ഓടുന്നത്. അന്ന് ഫസ്റ്റ് ഹീറ്റ്സിൽ ഗീതാ സുഷി ഓടി, പക്ഷേ സെമി ഫൈനലിലേക്ക് ക്ലിയർ ചെയ്തില്ല. രണ്ടാമത് ഓടിയ ഷൈനി സെമി ഫൈനലിലേക്ക് ക്ലിയർ ചെയ്തു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ വനിത സെമി ഫൈനലിലേക്ക് ഒളിമ്പിക്സിൽ കടന്നു. അന്ന് ഞങ്ങൾ ഒളിമ്പിക്സ് റിലേ ഓടുന്ന സമയത്ത് ശരിക്കും എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾക്ക് പീരിയഡ്സ് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഹീറ്റ്സും സെമി ഫൈനലും എല്ലാം റിലേക്ക് ഞങ്ങൾ ഓടിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കുട്ടികൾ നമുക്ക് മനസ്സിലാക്കാം, ഇതൊന്നും ഒരു കാര്യമേ അല്ല. നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഒരു മെഡലാണ് ഏറ്റവും ആവശ്യം, രാജ്യത്തിനെ റെപ്രസെൻ്റ് ചെയ്യാണ് ആവശ്യം എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ കാര്യം. 400 മീറ്റേഴ്സ് ഹഡിൽസ് ചെയ്ത് കഴിഞ്ഞ് ഉഷ നമ്മൾ ബ്രോൺസ് മെഡൽ വരും എന്ന് പറഞ്ഞ് വരാതെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ 4ാം സ്ഥാനം നേടിയപ്പം ബാക്കി എല്ലാവർക്കും അതിശയമായിരുന്നു. ഇന്ത്യയിൽ സ്പോർട്സോ എന്ന് ചോദിച്ചിട്ട് കാണുന്നവർക്കൊക്കെ ഇന്ത്യയിൽ സ്പോർട്സോ, അത് അവർക്ക് ഇന്ത്യ രാജ്യത്തെപ്പറ്റി അറിയുന്ന കാര്യം പോലും സംശയമായിരുന്നു. ഇപ്പം ഇന്ത്യ എന്ന രാജ്യത്തെ അറിഞ്ഞു തുടങ്ങിയത് അന്നായിരുന്നു. നമ്മളെ കാണുമ്പോൾ സ്പോർട്സുകാരാണെന്ന് പോലും അവർക്കുള്ള ഒരു ഇതില്ലായിരുന്നു. പക്ഷേ ഉഷയുടെ ഈ മെഡൽ ഇതിന് ശേഷം ശരിക്കും ഇന്ത്യയിലും സ്പോർട്സ് ഉണ്ട് സ്പോർട്സ് തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജായിരുന്നു അത്. അതിനുശേഷമാണ് ശരിക്കും ഇന്ത്യയിൽ സ്പോർട്സ് തുടങ്ങിയത് തന്നെ നമുക്ക് പറയാം. മറ്റ് രാജ്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയത് തന്നെ. പിന്നീട് നമ്മൾ മീറ്റ് കഴിഞ്ഞ് ക്ലോസിങ് സെറിമണി ആയിരുന്നു. ക്ലോസിങ് സെറിമണിക്ക് സാധാരണ ഇതുപോലെ ഓരോ രാജ്യങ്ങൾ ഫ്ലാഗ് വെച്ച് അതിൻ്റെ പുറകിൽ നമ്മൾ ചെയ്യില്ല. ജംബിൾഡ് ക്ലോസിങ് സെറിമണി, അങ്ങനെ ജംബിൾഡ് മാർച്ച് പാസ്റ്റ് എന്നാണ് അതിന് പറയുക. എല്ലാ രാജ്യക്കാരും ഒരുമിച്ച് ചേർന്ന്, എല്ലാ ഫ്ലാഗും ഒരുമിച്ച് ചേർന്ന് നമ്മൾ എല്ലാ ഫ്ലാഗിൻ്റെയും കീഴിൽ എല്ലാ അത്ലറ്റ്സും ഒരുമിച്ച് നടന്ന് ഒരു റൗണ്ട് പോവുകയാണ് ചെയ്യുക. അങ്ങനെയാണ് ക്ലോസിങ് സെറിമണി സാധാരണ കണ്ടക്ട് ചെയ്യാറ്. അങ്ങനെ ആ കൊളീസിയത്തിൽ നമ്മുടെ ഫ്ലാഗുകളെല്ലാം താഴ്ന്നു. അങ്ങനെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് അവസാനിച്ച് അടുത്ത സിയോളിൽ വീണ്ടും കാണാം എന്ന് പറഞ്ഞ് ഫ്ലാഗ് ഹാൻഡ് ഓവർ ചെയ്ത് അങ്ങനെ ആ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് അതവിടെ അവസാനിക്കുകയായിരുന്നു. ഫ്രണ്ടിൽ എൻ്റെ ഇൻസ്പെക്ടറും ഞാനും അതിൻ്റെ പുറകിൽ ലോക്കോ പൈലറ്റുമായിട്ട് അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റുമായിട്ട് നടന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വരികയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ആരോ എന്നെ പിടിച്ച് വലിച്ചതുപോലെ തോന്നി. അപ്പോഴേക്കും പുറകിൽ നിന്ന് ലോക്കോ പൈലറ്റ് മുൻവശത്തേക്ക് ഒരൊറ്റ തള്ളി. പക്ഷേ അപ്പോഴത്തേക്കും ഈ ഹോസ് പവറിൻ്റെ ഈ എൻജിൻ്റെ പവർ കൊണ്ട് എൻ്റെ ചുരിദാറിൻ്റെ ഷാളും ചുരിദാറിൻ്റെ പുറകുവശവും എൻജിൻ്റെ ഉള്ളിലേക്ക് പോയി. ലക്കിലി ഈ ലോക്കോ പൈലറ്റ് എന്നെ മുന്നിലേക്ക് തള്ളിയത് കൊണ്ട് ഞാൻ ജീവനോടെ രക്ഷപ്പെട്ടു.